ഇനി പാനിപൂരി നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയാലോ? ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ നിൽക്കണേ, ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും ചിലവർ. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ, അതേ പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കണ പരിപാടിയെ നിർത്തിയിട്ടോ. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കല്ലേ? അതിനായിട്ട് 1 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പുതിനയില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് പുളിവെള്ളം, പിന്നെ ആവശ്യത്തിന് ശർക്കര ഇട്ടിട്ട് ഒന്ന് കുറുക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ പൊട്ടറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, സവാള, മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ, അത് കുഞ്ഞു കുഞ്ഞു റൗണ്ടുകളാക്കിയിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന്